ഓ നീ ഇങ്ങോട്ടും പറയണ്ട. നിന്റെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം, ഞങ്ങളുടെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം. ഭാഷ മാറിയുണ്ടോ? അത് നീ വേറെ ആരോടോ പറഞ്ഞാൽ മതി. ഭാഷ മാറിയതുകൊണ്ടോ? അത് ഞങ്ങളോട് പറയണ്ട. നീ എന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി വസീഫെ. നീ എന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പോയി വിളിച്ചാൽ മതി. നീ എന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പറഞ്ഞാൽ മതി. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. വസീഫ് എല്ലാ കാലം ഇടതുപക്ഷത്തിനൊപ്പം നിന്ന, വോക്കലായി തന്നെ CPM-നൊപ്പം നിന്ന, വോക്കലായി തന്നെ CPM നയങ്ങളോട് പിന്തുണ പ്രഖ്യാപിച്ച, ഇനി കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ കോൺഗ്രസിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് പറയുന്ന, കടുത്ത സംഘപരിവാർ നിലപാടുകൾ പരസ്യമായി പേടിയില്ലാതെ പ്രഖ്യാപിക്കുന്ന, നഷ്ടങ്ങൾ നേരിട്ടാലും അദ്ദേഹത്തിന് രാഷ്ട്രീയം തുറന്നു പറയുന്ന ഒരു സാത്വികനായ വൈദികൻ, ഒരു പിതാവ് നിങ്ങളോട് കാണിച്ച വിവരദോഷം എന്താണ് ശ്രീ വസീഫ്? ആഷ്മിയ പോസ്റ്റ് വായിച്ചതാണല്ലോ അല്ലേ? പ്രളയം വരണം, അങ്ങനെ ഒരു മഹാദുരന്തമുണ്ടായാൽ ഞങ്ങൾ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ അതിൽ നിന്നാണ് അധികാരത്തിൽ വന്നത് എന്നൊക്കെ തോന്നുന്ന പോസ്റ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, ഇപ്പോൾ അടുത്ത കാലത്ത് ആയ അധ്യക്ഷനൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് കേരളത്തിൽ. ആ രീതിയിലൊക്കെ ഒരു പുരോഹിതൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് തെറ്റാണോ? ഇനി അതിനോട് പ്രതികരിക്കേണ്ടത് വിവരദോഷി എന്ന് വിളിച്ചാണോ വസീഫെ? നേതാവ് അതിനോട് പ്രതികരിക്കേണ്ടത് വിവരദോഷി എന്ന് വിളിച്ചാണോ? പിണറായി പാർട്ടി സെക്രട്ടറി അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഒരു വൈദികനെ വിവരദോഷി എന്ന് അധിക്ഷേപിച്ചാണോ അതിനോട് പ്രതികരിക്കേണ്ടത്? മനുഷ്യനല്ലേ? എന്തെന്നും അത് ഈ പറയുന്നല്ലോ. ഗീവർഗീസ് കൂറിലോസ് ക്രിസംഗിയാണോ വസീഫെ? ഇങ്ങനെ അങ്ങ് പറയേണ്ട എന്ത് കാര്യം? അല്ല ഗീവർഗീസ് കൂറിലോസ് ക്രിസംഗിയായോ? ആ ചാപ്പ് കൊടുത്ത സമയമായോ? അല്ല, ആ പോസ്റ്റിന്റെ ഉദ്ദേശം എന്താ? അല്ല ഞാൻ ചോദിക്കുന്നത്, ശരി ആ പോസ്റ്റ് പറയുന്നു സാമ്പത്തിക നയങ്ങളെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനങ്ങളുടെ അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പീഡിപ്പിക്കാനുള്ള നീക്കങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് എന്ന് പറഞ്ഞിട്ട് താഴെ വരുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന പ്രളയവും മഹാമാരികൾ എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല, കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനം വീഴില്ല. ശരി, നിങ്ങൾക്ക് ഈ പറഞ്ഞ കിറ്റ് രാഷ്ട്രീയത്തിൽ ജനം വീണില്ല എന്ന് പറഞ്ഞു കൂർലോസ് തിരുമേനി, അദ്ദേഹം ക്രിസംഗിയായോ? അത് ഉത്തരം പറ. അത് അതിന് ക്രിസംഗിയായി ഞങ്ങൾ പറഞ്ഞോ? അല്ല, ആ ചാപ്പയ്ക്കുള്ള സമയം ചോദിക്കുക. സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ സാർ. സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ, ഈ ചാപ്പയടിച്ചു കൊടുക്കലാണല്ലോ നിങ്ങളുടെ പണി. നിങ്ങളുടെ പണി അല്ല. ഓ, ഞങ്ങളുടെ പണി തീരുമാനിക്കുക നിങ്ങളാണോ? ഞങ്ങളുടെ പണി അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അടിച്ചു തരണോ ആഷ്മി? എന്തൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്? ഔദാര്യം പറയല്ലേ? ഔദാര്യം പറയല്ലേ? ഔദാര്യം പറയല്ലേ? ചാപ്പയടിച്ച് കിട്ടിയിട്ടുള്ളതാ പറയുന്നേ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓ പിന്നല്ലാതെ നിങ്ങളുടെ ഒരു സൈബർ ആചാര്യമുണ്ട് സാർ. നിങ്ങളുടെ ഒരു സൈബർ ആചാര്യനുണ്ട് പണ്ട് സാർ. നിങ്ങളുടെ ഒരു സൈബർ ആചാര്യനുണ്ട്. അയാൾ പണ്ട് കോൺഗ്രസിലായിരുന്നു, ഇന്നിപ്പോ CPM-ലാണ്. നാളെ അയാൾ വേണമെങ്കിൽ BJP-യിലേക്ക് വന്ന ആചാര്യൻ. ആ ആചാര്യനെ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ഒരു വിയോജിപ്പ് പറഞ്ഞതിന് എന്താണ് ആയുധ പരിശീലനം കിട്ടിയ NDF-ആണെന്ന് അറിയോ വസീഫെ? ചാപ്പ കിട്ടിയിട്ടുണ്ട്. ആഷ്മിയുടെ ആചാര്യനായിരിക്കും. താങ്കളുടെ ആചാര്യനാ, താങ്കളുടെ സൈബർ ആചാര്യനാ, താങ്കളുടെ പാർട്ടിയുടെ സൈബർ ആചാര്യനാ. ഒരുത്തൻ തള്ളി പറഞ്ഞു ഇതുവരെ. എന്റെ ആചാര്യൻ അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ? അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ? അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ സാറേ? എന്റെ ആചാരനെ നിങ്ങളും തീരുമാനിക്കണ്ട ആഷ്മി. ഓ നീ ഇങ്ങോട്ടും പറയണ്ട. നിന്റെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം, ഞങ്ങളുടെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം. ഭാഷ മാറിയുണ്ടോ? അത് നീ വേറെ ആരോടോ പറഞ്ഞാൽ മതി. ഭാഷ മാറിയതുകൊണ്ടോ? അത് ഞങ്ങളോട് പറയണ്ട സാറേ. ഭാഷ മാറിയതുകൊണ്ടോ? ഞങ്ങളുടെ ആചാരനെ തീരുമാനിക്കാൻ നിങ്ങൾ ഭാഷ മാറിയതുകൊണ്ടോ? അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ? ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല സാർ. നിങ്ങളുടെ സൈബർ സ്പേസിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആചാര്യന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അവതാരകനാണോ? ശ്രീ വി വസീഫെ, താങ്കൾ പറഞ്ഞില്ലേ ചാപ്പയടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ശ്രീ വസീഫെ സാർ, നീ എന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി വസീഫെ. നീ എന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പോയി വിളിച്ചാൽ മതി. നീ എന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പറഞ്ഞാൽ മതി. ഇതൊരു ചർച്ചയാ കേട്ടോ. വേണ്ട പറയണ്ട. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അല്ല പറയണ്ട. എന്റെ സൈബർ ആചാര്യൻ എന്ന് പറയാൻ നിങ്ങളാരാ എന്ന് പറഞ്ഞാൽ CPM-ന് വേണ്ടി സൈബർ സ്പേസിൽ ബാറ്റ് ചെയ്യുന്ന ആളാ. ഞാൻ നിങ്ങൾ എന്നെ വിളിക്കാം. സൈബർ സ്പേസിൽ CPM-ന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന സൈബർ ആചാര്യൻ പറഞ്ഞത്. സൈബർ ആചാര്യൻ എന്ന് പറഞ്ഞേ.
ഞങ്ങൾ അത് ഞാൻ പറഞ്ഞോ പറയുന്നു. ആശ്മി, അത് തള്ളിപ്പറ. ഞങ്ങൾ പറഞ്ഞോ, എന്നാ തള്ളിപ്പറ സാർ. ഞങ്ങൾ ഡിവൈഎഫ്ഐയോ CPM-ഓ ഇദ്ദേഹം ഞങ്ങളുടെ ഇങ്ങനെ പറയുന്ന ആള് ഞങ്ങളുടെ ആചാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞോ? സാർ, തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? ആശ്മി ഇതുപോലെയുള്ള ഓരോ തള്ളിപ്പറയാൻ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറുണ്ടോ? പറയാൻ അധികാരം തരുന്നത്? തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? എന്താ ഉറക്കം വരുന്നു? എന്ത് ഞങ്ങൾ തള്ളി പറയേണ്ടത് അത്തരം തള്ളി പറയും. വിവരദോഷികളെ ഞങ്ങളുടെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ആചാരം- വസീഫെ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആചാരനുമില്ല. സർ, CPM-ന്റെ ഞങ്ങൾക്ക് പേരിൽ ആചാരമുണ്ടെന്ന് നിങ്ങളോടാണ് CPM-ന്റെ പറഞ്ഞത്. പേരിൽ CPM നിങ്ങൾ ഈ പ്രതിരോധം എന്ന രാഹുൽ മട്ടിൽ മാങ്കൂട്ടവും സൈബർ ഇടത്തിൽ മറ്റുമായിട്ടുള്ള നടത്തുന്ന കൂട്ടുകെട്ടിൽ വിവരദോഷിത്തരം ഞങ്ങളോട് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? കാശ്മീർ അതൊക്കെ വേറെ എവിടെ പോയി പറഞ്ഞാൽ മതി. ഇത് നീ എന്ന് വിളിക്കുന്നോ? വീട്ടിൽ പോയി വിളിക്കട്ടോ നിങ്ങളെ വസീഫെ, ഒന്നും ഒരു കൈവച്ചാൽ മതി. നിങ്ങൾ കുറെ കാലമായി തുടങ്ങിയിട്ട് കേട്ടോ. എന്ത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്ത് വെല്ലുവിളി? ആചാരം ആരാണെന്ന് തീരുമാനിക്കാനൊന്നും വസീഫ്, നിങ്ങളൊരാളും ഏൽപ്പിച്ചിട്ടില്ല. ശ്രീ വി വസീഫ് എന്നെ നീ എന്ന് വിളിക്കാൻ എന്ത് വെല്ലുവിളി? എന്ത് വെല്ലുവിളി? ഞങ്ങൾ ആചാരനാണോ? ശ്രീ വസീഫെ, നിങ്ങളോട് ആരാ പറഞ്ഞത്? ശ്രീ വസീഫെ, വസീഫ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു. എന്റെ ആചാരനാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് താങ്കളുടെ ആചാരം പറഞ്ഞല്ല, അത് വസീഫിന്റെ ആചാരം പറഞ്ഞല്ല. അവതാരകനായ സർ, നിങ്ങൾക്ക് വസീഫ് ഇരിക്കുന്നത് വസീഫിന്റെ പേഴ്സണൽ കപ്പാസിറ്റി അല്ല. എന്റെ ആചാരൻ എന്ന് പറയാൻ നിങ്ങളാരാ? നിങ്ങളാരാ? ഞാൻ നിന്റെ തൊണ്ട. വസീഫ് ഇരിക്കുന്നത് വസീഫിന്റെ പേഴ്സണൽ കപ്പാസിറ്റിയിലല്ല. വസീഫ് ഇരിക്കുന്നത് വസീഫിന്റെ പേഴ്സണൽ കപ്പാസിറ്റിയിലല്ല. CPM പ്രതിനിധിയാണ്. CPM ബാറ്റ് ചെയ്യുന്ന ആചാരനെ പറ്റിയാ പറഞ്ഞത്. നാവിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന അധികാരം ആരാ തരുന്നത്? ശ്രീ വി വസീഫ് ഏത് ആചാര്യം? ഞങ്ങൾ പറഞ്ഞോ CPM-ന്റെ ഏതെങ്കിലും ഔദ്യോഗികമായി ഇദ്ദേഹം ആചാരനാണെന്ന് പറഞ്ഞോ? നിങ്ങൾ ആരെയാ പുച്ഛിക്കുന്നത് ആശ്മി? നിങ്ങളൊരു അവതാരകനല്ലേ? മാന്യത വേണം അല്പമെങ്കിലും. വസീഫെ, അല്പമെങ്കിലും മാന്യത വേണം, വസീഫെ, വേണം. വസീഫെ എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. വി വസീഫ്, ഞങ്ങളുടെ ആചാര്യനാണ്. സൈബർ ഇടത്തിൽ ഈ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് കുത്തി അകറ്റുന്ന കുറെ വിവരദോഷികളുണ്ട്. ആ വിവരദോഷികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ശ്രീ വി വസീഫ് എന്ന് വിളിച്ചത്. ശ്രീ വി വസീഫ്, അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നീ എന്ന് വിളിച്ചത്. അത് അങ്ങയുടെ ഭാഷ. ബഹുമാനത്തോടു കൂടി ചർച്ചയ്ക്കിരിക്കുന്ന അങ്ങയുടെ ഭാഷ. തിരിച്ചും ബഹുമാനമുണ്ടാകും. സർ, അങ്ങയുടെ ഭാഷ. ഒരു വൈദികനെ വിവരദോഷി എന്ന് വിളിക്കുന്നത് കേട്ട് പഠിച്ച അങ്ങയുടെ ഭാഷ കൊണ്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയ തിരിച്ചും പറയാൻ പറ്റും. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആശ്മി, നിങ്ങളാണല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരൻ കൊലപ്പെടുത്തിയ ധീരജ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കൊലപ്പെടുത്തിയവന്റെ കൂടെ ഫോട്ടോ എടുത്ത് ചിരിച്ചു നിന്ന ആളാ നിങ്ങള്. ഞങ്ങൾ എന്നിട്ട് നിങ്ങളെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ ഈ പറഞ്ഞോ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ആചാരനാണ്, സംരക്ഷകനാണ് പറയാറില്ലല്ലോ. ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കല്ലേ? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഞങ്ങളുടെ മാന്യതയാ. ഉത്തരം കുത്തുമ്പോ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കല്ലേ? നിങ്ങൾ ചാപ്പയടിക്കുന്നില്ല ഔദാര്യം പറഞ്ഞോന്നേ. നിങ്ങൾ ചാപ്പയടിച്ച കഥ എണ്ണി എണ്ണി പറയലാണ് ഞാൻ. അല്ല, നിങ്ങൾക്ക് എന്തും കൊഞ്ഞനം കുത്താന്നാ വസീഫെ? നിങ്ങൾ ചാപ്പയടിച്ച കഥ എണ്ണി എണ്ണി പറയുകയാണ്. നിങ്ങൾ ഈ വിവരദോഷി ചാപ്പ, വികസന വിരുദ്ധ വിദ്രോഹ സഖ്യ ചാപ്പ, തീവ്രവാദി ചാപ്പ, RSS ചാപ്പ, NDF ചാപ്പ, ജമാഅത്ത് ഇസ്ലാമി ചാപ്പ, ചാപ്പകൾ അടുക്കി വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ. അതാ ചോദ്യം. നിങ്ങൾക്ക് കൂറിലോസ് പിതാവ് ക്രിസംഗി ചാപ്പയടിക്കാൻ സമയമായോ വസീഫെ? കൂറിലോസ് പിതാവിന് ക്രിസംഗി ചാപ്പയടിക്കാൻ സമയമായോ? നിങ്ങൾക്ക് ആരെയും എന്തും പറയാം. അങ്ങനെ അടിച്ചോ ആരെങ്കിലും? ആശ്മിയോട് ആരെങ്കിലും ഈ പറഞ്ഞു തരാറുണ്ടോ ഇങ്ങനെ സമയം ചെയ്യാറുണ്ട് എന്ന്? ആശ്മിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ PR ടീമും തരുന്ന ഉപദേശത്തിനനുസരിച്ച് ചർച്ച നയിക്കേണ്ടി വരും. പക്ഷെ അതിനനുസരിച്ച് മറുപടി പറയണം എന്ന് കരുതരുത്. ഈ കോൺഗ്രസിന്റെ PR ടീമിന് വേണ്ടി അതിലെ പുതിയ ഒരു ന്യൂജൻ ടീമുമായിട്ടുള്ള അഭീത ബന്ധത്തിനനുസരിച്ച് നിങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കും. നിങ്ങൾ ഇതുപോലെ വാചക അതിനനുസരിച്ച് ഞങ്ങൾ മറുപടി പറയണം എന്ന്. യൂത്ത് കോൺഗ്രസിന്റെയും പുതിയ ടീമിന്റെ PR ടീമിന്റെ ഉപദേശം കേട്ട് വാചക കസർത്ത് നടത്തുന്നവൻ എന്ന് തന്നെയാ വെല്ലുവിളിക്കുന്നു. അങ്ങനെ വാചക കസർത്ത് നടത്തുന്നതിന് ഞങ്ങൾ മറുപടി പറയും. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വസീഫ് താഴേക്ക് തരം താഴ്ന്ന് താങ്കൾ ഈ പറഞ്ഞ വൃത്തികെട്ട വാർത്ത ഒറ്റ തെളിവ് പറയോ? കോൺഗ്രസിന്റെ PR ടീമിന്റെ ഉപദേശം സ്വീകരിച്ചാണ് ഞാനിവിടെ എന്റെ ജോലി ചെയ്യുന്ന പറയാമോ? ഒരു തെളിവ് കാണിക്കാവോ? വസീഫ് ഒരു തെളിവ് കാണിക്കാവോ? അങ്ങനെ പൊതു സംസാരമുണ്ട്. അങ്ങനെ പൊതുസംസാരം ഇവിടെ വന്ന് വിളമ്പണ്ട വസീഫെ. അങ്ങനെ പൊതുസംസാരം ഇവിടെ വന്ന് വിളമ്പണ്ട.
ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ആശ്മിക്ക് എന്തും വിളമ്പാന്നാ? ഓക്കെ 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 ആശ്മിക്ക് ശരി, ഞാൻ എന്തും എത്താം, ഞാൻ എത്താം. വിളമ്പാന്നാ? ശരി, ഞാൻ എത്താം. മര്യാദകേട് പറയാന്നാ? തോന്നിവാസം പറയാന്നാ? ശരി രാജു പി നായർ അപ്പൊ നിങ്ങൾ തോന്നിയാസം പറഞ്ഞാൽ ഞങ്ങൾ തോന്നിയാസം പറയാൻ പാടില്ല എന്നാ? ശരി അപ്പൊ തോന്നിവാസം സംഭവിച്ചേ, തോന്നിവാസമാണ് സംഭവിച്ച വാസി പറഞ്ഞു. താങ്ക് യു. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെ ഉണ്ട്. അതാ ഈ അവതാരം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.